ചെയ്തേ. Okay, listen. In our last class, we are discussing about first aids. First aids നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഓരോരോ ആക്സിഡന്റ് പറ്റിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ എനിവെയർ ആൻഡ് വി മസ്റ്റ് നോ ഹൗ ടു ഹെൽപ്പ് ആൻ ഇൻജുർഡ് പേഴ്സൺ. ഒരു ആക്സിഡന്റ് സംഭവിച്ച ആളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ടൈംലി ഹെൽപ്പ് ക്യാൻ സേവ് എ പേഴ്സൺസ് ലൈഫ് അല്ലേ? നമ്മുടെ സമയത്തുള്ള ഇടപെടൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരുടെ ജീവൻ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം തന്നെ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫെയിൻറ്റിങ് അല്ലേ? ഫെയിൻറ്റഡ് ആയിട്ട് വീണ ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ആൻഡ് ഇഫ് എ പേഴ്സൺ ഹാസ് ഫെയിൻറ്റഡ്, മേക്ക് ഹിം ലേ ഡൗൺ ആൻഡ് keep her head lower than the shoulder level in order to allow extra blood to reach the brain അല്ലേ? ഒരു എന്ത് ചെയ്യണം? ഫെയിൻറ്റഡ് ആയിട്ടല്ലേ ഒരാൾ ബോധം ഇല്ലാതെ വീഴുകയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? അവരുടെ തല ഷോൾഡർ ലെവലിന് താഴെയായിട്ട് അവരെ കിടത്തണം. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? എക്സ്ട്രാ ബ്ലഡ് അവരുടെ ഹെഡിലേക്ക് പോവും അല്ലേ? എക്സ്ട്രാ ബ്ലഡ് അവരുടെ ബ്രെയിനിലേക്ക് പോവും. അപ്പോൾ എന്താണ്? അവരെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞു. And then next one is insect bite. We already says about the insect bite. Insects bite and stings are painful. എന്താണ്? ഇൻസെക്റ്റുകളുടെ കുത്തുന്നതും അവരുടെ കടിക്കുന്നതും അല്ലേ? ഉറുമ്പുകളും അങ്ങനെയുള്ള ഇൻസെക്റ്റ് ഒക്കെ എന്താ ചെയ്യുക? കടിക്കാറുണ്ട്. പിന്നെ എന്താണ്? അവരുടെ സ്റ്റിങ്സും ഉണ്ട് അല്ലേ? അവരവരുടെ കൊമ്പ് കൊണ്ട് കുത്തുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ടു ഗിവ് റിലീഫ് ഇമ്മീഡിയറ്റ്ലി അപ്ലൈ എ പേസ്റ്റ് ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് കോൾഡ് ക്രീം മിക്സ് അല്ലേ? നമ്മൾ പറഞ്ഞു ഇൻസെക്ട് ബൈറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേക്കിംഗ് സോഡയും കോൾഡ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം അഫക്റ്റഡ് ഏരിയയിൽ പിന്നെ എന്ത് ചെയ്യണം? വെച്ച് കൊടുക്കണം അല്ലേ? ആൻഡ് എ സോഫ്റ്റ് പാർട്ട് സോക്ക്ഡ് ഇൻ അമോണിയ വാട്ടർ ഓൾസോ ഗിവ്സ് റിലീഫ്. ഒരു പഞ്ഞിയോ പാഡോ എന്ത് ചെയ്യണം? അമോണിയ വാട്ടറിൽ മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു റിലീഫ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് അപ്ലൈ കലാമിൻ ലോഷൻ ഇഫ് ദർ ഈസ് ഇച്ചിങ് അല്ലേ? ചൊറിയുന്ന ഫീല് തോന്നുകയാണെങ്കിൽ അല്ലേ? ചൊറിച്ചിൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കലാമിൻ ലോഷൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ മിക്കവാറും വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കലാമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റും അല്ലേ? അതൊക്കെ വാങ്ങി വെക്കുന്നത് എന്താണ്? നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലേ? എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ തോന്നുകയാണെങ്കിൽ കലാമിൻ ലോഷൻ അവിടെ പുരട്ടിയാൽ മതി. ഫോർ ഇൻസെക്ട് ബൈറ്റ് ആൻഡ് സ്റ്റിങ്സ്. ഓക്കെ, ക്ലിയർ? അത് രണ്ടും നമ്മൾ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ബ്ലീഡിങ് വൗണ്ട്സ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ബ്ലീഡിങ് വൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ടൈം കഴിഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ബ്ലീഡിങ് വൗണ്ട്സ്. Do not panic or crowd around the injured person. Examine the cut carefully. If the person is not badly hurt, take her or him to a nearby clinic. If the person is badly hurt, make him lie down and call a doctor. In the meantime, try to control the bleeding. എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഒരാളുടെ ബ്ലീഡിങ് നമ്മൾ കാണുകയാണെങ്കിൽ we do not panic അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാനിക് ആകാൻ വേണ്ടി പാടില്ല. പാനിക് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഓവർ ടെൻഷൻ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാരുടെ എന്താണ് നല്ല ബ്ലീഡിങ് ആയിട്ടുള്ള വൗണ്ട്സ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ ക്ഷീണമാവും അല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. മുറിവുകൾ കാണുമ്പോൾ, ബ്ലഡ് കാണുമ്പോൾ തലകറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? പാനിക് ആവാൻ വേണ്ടി പാടില്ല. നമ്മൾ അവർസെൽഫ് നല്ല ധൈര്യമുള്ളവരായിരിക്കണം അല്ലേ? അങ്ങനെ പാനിക് ആകരുത്. ദെൻ ക്രൗഡ് അറൗണ്ട് ആൻ ഇൻജേർഡ് പേഴ്സൺ. എന്ത് ചെയ്യാൻ പാടില്ല? മുറിവുണ്ടായ ആളെ പൊതിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ക്രൗഡ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അല്ലേ? അപകടം ഉണ്ടായ ആളെ നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ ചുറ്റും കൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ക്രൗഡ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ആൻഡ് എക്സാമിൻ ദ കട്ട് കെയർഫുള്ളി. വി മസ്റ്റ് എക്സാമിൻ ദ കട്ട് കെയർഫുള്ളി. അത് എത്രത്തോളം വലിയ മുറിവാണ് എന്ന് നമ്മൾ അതിനെ ഒന്ന് നോക്കണം അല്ലേ? എങ്ങനെയാണ്? നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ സീരിയസ് ആണോ ഇല്ല വളരെ ചെറിയ മുറിവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ കട്ട് നമ്മൾ, ആ മുറിവ് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എക്സാമിൻ ചെയ്യണം. ആൻഡ് ഇഫ് ദ പേഴ്സൺ ഈസ് നോട്ട് ബാഡ്ലി ഹർട്ട്, ടേക്ക് ഹർ ഓർ ഹിം ടു ദ നിയർ ബൈ ക്ലിനിക്. വല്ലാതെ
എന്താണ് വേദന എടുക്കാത്തൊരവസ്ഥയാണെങ്കിൽ അല്ലേ നമ്മൾ അവരെ എന്ത് ചെയ്യണം, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതായത് വേദന എടുക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എങ്കിൽ എന്നാണ് അതിന്റെ മീനിങ്. അതായത് നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ അല്ലെ, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കിലേക്ക് പെട്ടെന്ന് എത്തിക്കുക. ആൻഡ് ഇഫ് ദ പേഴ്സൺ ഈസ് ബാഡ്ലി ഹർട്ട് മേക്ക് ഹിം ലൈ ഡൗൺ ആൻഡ് കോൾ എ ഡോക്ടർ. നന്നായിട്ട് അയാൾക്ക് എന്താണ് നല്ല വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ എങ്ങോട്ട് നമ്മൾ അവരെ അവിടെ കിടത്തിയിട്ട് അല്ലേ, അവരെ എടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നന്നായി കിടത്തി നമ്മൾ കോൾ എ ഡോക്ടർ അല്ലേ, ഒരു ഡോക്ടറെ നമ്മൾ വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ലേ. അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ദ മീൻ ടൈം ട്രൈ ടു കൺട്രോൾ ദ ബ്ലീഡിങ്. അതായത് ഡോക്ടറെ വിളിച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നോക്കി നിൽക്കാൻ വേണ്ടി പാടില്ല. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലാതെ ഡോക്ടർ എപ്പോൾ വരും എന്ന് കരുതി വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കരുത്. ഡോക്ടർ വരുന്നതിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നിർബന്ധമായും ചെയ്യണം. മുഹമ്മദ് ഷംബീൽ ആൻഡ് നിഹാൽ രണ്ടുപേരും എന്താണ് വീഡിയോ. Then wash your hands before touching the wound of the patient. നമ്മൾ എങ്ങനെയാണ് ആ ബ്ലീഡിങ്ങിനെ, ഷംബീലിനോട് കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ വീഡിയോ ഓഫ് ചെയ്യണ്ടെന്ന്. പിന്നെ എന്തിനാണ് മക്കളെ ചെയ്യുന്നത്? ഇനി മുതൽ വീഡിയോ ഓഫ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഡൻസ് ഉണ്ടാവില്ല, ക്ലാസ്സിലുള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേയില്ല. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറണ്ട. ഓക്കെ, ലിസൺ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ വൗണ്ട് ഓഫ് ദ പേഷ്യന്റ്. എന്ത് ചെയ്യണം, നമ്മൾ പേഷ്യന്റിന്റെ മുറിവിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ് അല്ലേ. നമ്മൾ അവസെൽവ് എന്തായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ കയ്യിൽ എന്താണ്, വൗണ്ട്സിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവും അല്ലേ, മുറിവുകളിൽ പെട്ടെന്ന് എന്തുണ്ടാവും, ഇൻഫെക്ഷൻ വരും. അപ്പൊ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ടിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല. അതിനു മുമ്പ് നമ്മുടെ കൈകൾ നല്ല നീറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ വൗണ്ട് ഓഫ് ആൻ ഇൻജേർഡ് പേഴ്സൺ അല്ലേ. മുറിവുണ്ടായ ആളുടെ മുറിവിൽ തൊടുന്നതിന് മുമ്പ് നമ്മളുടെ കൈകൾ നല്ല നീറ്റ് ആയിരിക്കണം. Then clean the cut with cotton and clean water. Then apply antiseptic cream on the cut to kill the germs that may infect the wound. Do not touch the cut with your fingers. എന്ത് ചെയ്യണം, clean the cut with cotton and clean with water. എന്ത് ചെയ്യണം, ആദ്യം മുറിവ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ, വിത്ത് കോട്ടൺ ഓർ യൂസിങ് വാട്ടർ. വെള്ളവും നല്ല കോട്ടനും ഉപയോഗിച്ചിട്ട് അല്ലേ, കോട്ടൺ മീൻസ് പഞ്ഞിയോ തുണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ആ മുറിവ് വാഷ് ചെയ്യണം അല്ലേ, അത് നല്ല വൃത്തിയാക്കണം. ദെൻ അപ്ലൈ ആന്റിസെപ്റ്റിക് ക്രീം. ആന്റിസെപ്റ്റിക് ക്രീം യൂസിങ് ടു കിൽ ജേംസ് അല്ലേ, അതിലുള്ള ജേംസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റിസെപ്റ്റിക് ക്രീം അതിൽ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഡു നോട്ട് ടച്ച് ദ കട്ട് വിത്ത് യുവർ ഫിംഗേഴ്സ്. വിരൽ കൊണ്ടല്ലേ തൊടാൻ പാടില്ല, മുറിവിന്റെ അകത്ത് തൊടാൻ പാടില്ല, ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലേ, മുറിവിന്റെ അകത്ത് തൊടാൻ വേണ്ടി പാടില്ല. Then put a clean cloth or pad over the cut and apply pressure. Then tie a bandage over it. എന്ത് ചെയ്യണം, നല്ലൊരു ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് മുറിവിൽ വെച്ചിട്ട് പ്രഷർ ചെയ്യണം അല്ലേ, നന്നായിട്ട് അമർത്തി പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്ത് മുറിവുണ്ടായാലും നമ്മൾ ആദ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി കൊണ്ടല്ലേ നന്നായി വൃത്തിയാക്കിയ ശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് പ്രഷർ കൊടുത്ത് അമർത്തി വെക്കണം. അങ്ങനെയാണെങ്കിൽ ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രഷർ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. നന്നായിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ആക്കിയ ശേഷം ഒരു ക്ലോത്തോ തുണിയോ പാഡോ എടുത്തിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഒരു ബാൻഡേജ് കൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അല്ലെ, കെട്ടി വെക്കുക. ആൻഡ് റാപ്പ് സം ഐസ് ക്യൂബ്സ് in a towel to make an ice pack. Put the ice pack over the wound to stop bleeding. എന്ത് ചെയ്യണം, ഐസ് ക്യൂബുകൾ അല്ലെ, മുറിവുകളിലൊക്കെ നമ്മൾ ഐസ് ക്യൂബുകൾ വെക്കുകയാണെങ്കിൽ, ഐസ് കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വൗണ്ടിന്റെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത് wrap some ice cubes in a towel to make an ice pack. എന്താണ്, ടവലിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഐസ് പാക്ക് ഉണ്ടാക്കി മുറിവിൽ വെക്കുകയാണ് എങ്കിൽ ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കും. ആൻഡ് കീപ് ദ ബ്ലീഡിങ് പാർട്ട് ഹയർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. എപ്പോഴും മുറിഞ്ഞ ഭാഗം എന്ത് ചെയ്യണം, ഉയർത്തി പിടിക്കണം അല്ലെ, ശരീരത്തിനേക്കാൾ. കൈയൊക്കെ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ താഴോട്ട് ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് എക്സ്ട്രാ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മുകളിലോട്ട് തന്നെ പിടിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ്
When bleeding stops, clean the wound with an antiseptic lotion. Keep cotton on the wound and tie a tight bandage. Leaving a wound open can cause infection. എന്താണ്? When bleeding stop, bleeding നിന്ന് കഴിഞ്ഞാൽ wound with antiseptic lotion. Clean the wound. എന്താണ്? ആ മുറിവ് നമ്മൾ ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ട് ക്ലീൻ ചെയ്യണം. കീപ് കോട്ടൺ ഓൺ ദ വൗണ്ട് ആൻഡ് ടൈ എ ടൈറ്റ് ബാൻഡേജ്. എന്ത് ചെയ്യണം? നമ്മൾ ഒരു ബാൻഡേജ് കൊണ്ട് നന്നായിട്ട് കെട്ടിവെക്കണം. മുറിഞ്ഞ ഭാഗം എപ്പോഴും തുറന്നു വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അതിനെ നമ്മൾ കെട്ടിവെക്കാതെ നന്നായിട്ട് മുറിഞ്ഞ ഒരു ഭാഗം നമ്മൾ തുറന്ന് തന്നെ വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഡസ്റ്റും ഡേർട്ടും ഒക്കെ അതിലേക്ക് പാറും അല്ലേ? നമ്മുടെ പൊടിയൊക്കെ പാറി പെട്ടെന്ന് പിടിക്കും. അങ്ങനെ അതെന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മുറിഞ്ഞ ഭാഗം നന്നായിട്ട് ബാൻഡേജ് കൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ ബേൺസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ദെൻ പൊള്ളലുകൾ അല്ലേ? ബേൺസ്. നെക്സ്റ്റ് ഉള്ളത് ബേൺസ് ആണ്. അതായത് നമുക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ദേവാഞ്ജന, എന്തെങ്കിലും ഉണ്ടോ മോളെ? പ്രോബ്ലം ഉണ്ടോ? നോ? ഓക്കെ. അപ്പോൾ ബേൺസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ബേൺസ് അതായത് പൊള്ളുകയാണെങ്കിൽ അല്ലേ, തീ പൊള്ളല് ഏൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ വാഷ് ദ ബേൺഡ് ഏരിയ വിത്ത് റണ്ണിങ് വാട്ടർ അല്ലേ? നന്നായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് മുറിവ് ഏറ്റ സ്ഥലത്ത്, പൊള്ളലുണ്ടായ സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ദെൻ ഡിപ്പ് ദ ബേൺഡ് ഏരിയ ഇൻ കോൾഡ് വാട്ടർ ഓർ പുട്ട് ആൻ ഐസ് പാക്ക് ഓൺ ഇറ്റ്. ഒന്നുകിൽ തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക, അല്ലെങ്കിൽ ബേൺസ് ഉണ്ടായ ഭാഗത്ത് എന്ത് ചെയ്യുക? ഐസ് പാക്ക് വെക്കുക അല്ലേ? ചൂടിന് ഒരു ആശ്വാസം കിട്ടാനും കൂടുതൽ പൊള്ളൽ ഏൽക്കാതിരിക്കാനുമാണ് അങ്ങനെ ചെയ്യുന്നത്. Then put an antiseptic cream like Bernol of the affected area. Put an antiseptic cream. ഒരു antiseptic cream യൂസ് ചെയ്യണം. Like Bernol. Bernol is a antiseptic cream for burning. അതായത് തീപ്പൊള്ളലേറ്റതിന് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ബെർണോള്. നമ്മൾ സാധാരണയായിട്ട് മെഡിക്കൽ സ്റ്റോറിനൊക്കെ വാങ്ങി എല്ലാവരും വീട്ടിൽ കീപ്പ് ചെയ്യുന്ന സാധനമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തീപ്പൊള്ളലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ബെർണോൾ എടുത്ത് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ബെർണോൾ ആൻഡ് കലാമിൻ ലോഷൻ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം പെട്ടെന്ന് ഒരു നിസ്സാരമായ പൊള്ളലൊക്കെ അല്ലേ, മുഴുവൻ വലിയ പൊള്ളലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ചെറിയ രീതിയിലുള്ള ബേൺസ് ഒക്കെ ആണെങ്കിൽ ബെർണോൾ പുരട്ടി കൊടുത്താൽ മതി. പുട്ട് ആൻ ആന്റിസെപ്റ്റിക് ക്രീം ലൈക്ക് ബെർണോൾ ഓൺ ദ അഫക്റ്റഡ് ഏരിയ. പൊള്ളലേറ്റ ഭാഗത്ത് എന്ത് ചെയ്യണം? ബെർണോൾ പോലെയുള്ള ആന്റിസെപ്റ്റിക് ക്രീം പുരട്ടണം. ക്ലിയർ? ക്ലിയർ? ഇറ്റ് ഈസ് ക്ലിയർ? ഓക്കെ. ദെൻ അതിന് താഴെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. സയൻസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സയൻസ് അറൗണ്ട് അസ്. ഹാൻഡ് വാഷിംഗ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ്, ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് effective ways to prevent getting or passing of many germs. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇപ്പം എന്താണ്? വി ആർ ഫേസിങ് കോവിഡ് അല്ലേ? കോവിഡ് ആണ് ഇപ്പോൾ, കൊറോണയാണ് ഇപ്പോൾ. എന്താണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ കുറച്ച് കുറഞ്ഞു വന്നു അല്ലേ? മുൻപത്തെ അത്ര ഭീകരമായ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഫീൽ ചെയ്യാറില്ല. ബിക്കോസ് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി അല്ലേ? കൊറോണയോടുകൂടെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അത്ര ഭീകരമായിട്ട് നമുക്ക് തോന്നാത്തത് അല്ലേ? ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും കോവിഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര പേടിയായിരുന്നു അല്ലേ നമുക്ക്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇല്ല. നമ്മൾ കോവിഡിന്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക, അതിനെ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നു. അതുകൊണ്ടാണ് അത് വലിയൊരു കാര്യമായിട്ട് നമുക്കിപ്പോ തോന്നുന്നില്ല. പക്ഷെ കോവിഡ് ഇപ്പോഴും ഉണ്ട്, കുറഞ്ഞിട്ടില്ല അല്ലേ? എല്ലാ സ്ഥലത്തും ഇപ്പോഴും കൊറോണ ഉണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ അതിന്റെ കൂടെ തന്നെ ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ്, ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു പ്രിവെന്റ് ഗെറ്റിംഗ് ഓർ പാസിംഗ് ഓൺ മെനി ജെംസ്. ഏറ്റവും കൂടുതൽ അണുക്കൾ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൈകളിൽ കൂടിയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ജെംസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നത് നമ്മുടെ കൈകളിൽ കൂടിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തൊടും. അതുകൊണ്ട് നമ്മൾ കണ്ണിലും വായിലും മൂക്കിലും ഒക്കെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജെംസ് സ്പ്രെഡ് ആവുന്നത്. എന്ത് ജെംസും
നോട്ട് ഓൺലി കൊറോണ, എല്ലാ തരത്തിലും. ഇത് കൊറോണ വരുന്നതിന് മുമ്പേ ഉള്ള ടെക്സ്റ്റ് ആണല്ലേ. അപ്പോൾ ഇതിലെന്താണ്, കൊറോണയെ കുറിച്ചല്ല പറയുന്നത്, എല്ലാ ജേംസിനെ കുറിച്ചുമാണ് പറയുന്നത്. ഹാൻഡ് വാഷിംഗ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ്, ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു പ്രിവെന്റ് ജേംസ്. എന്താണ്, അണുക്കളെ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, ഹാൻഡ് വാഷിംഗ് ആണ്. കൈ എപ്പോഴും കഴുകുക എന്നുള്ളതാണ് കൊറോണേനെയൊക്കെ ജേംസിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് അല്ലേ. അതുപോലെ ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ടോ? ഇല്ല. കൈ എപ്പോഴും കഴുകുക എന്നുള്ളത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ജേംസ് ഒക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റില്ല. ദെൻ healthcare experts recommend scrubbing your hands vigorously for at least 50 seconds with soap and water. എന്താണ്, നമ്മൾ സ്ക്രബ് ചെയ്യണം അല്ലേ, സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് വിഗറസ്ലി സ്ക്രബ് അവർ ഹാൻഡ്സ്. നമ്മൾ മുടങ്ങാതെ എപ്പോഴും നന്നായിട്ട് 15 സെക്കൻഡെങ്കിലും കഴുകണം. കൈ കഴുകണം എന്ന് പറഞ്ഞിട്ട് വെറുതെ പൈപ്പിന്റെ ചോട്ടിൽ കാണിച്ചിട്ട് തിരിച്ചു വന്നാൽ പോരാ. നന്നായിട്ട് എന്ത് ചെയ്യണം, 15 സെക്കൻഡ് നന്നായിട്ട് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം എന്നാണ് ഹെൽത്ത് കെയർ എക്സ്പേർട്ട് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. about as long as it take to receive to English alphabet. Okay, then എന്താണ്, ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞത്. സയൻസ് അറൗണ്ട് us, it is simplest and easiest and most effective ways to prevent the germs എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും സേഫ്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ആൻഡ് ഇതിൽ നമ്മൾ പഠിച്ച ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ് അല്ലേ, പുതിയ വാക്കുകൾ ഏതൊക്കെയാണ്, നമുക്കറിയാത്ത അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയുന്നതായിരിക്കാം, എന്നാലും ന്യൂ വേർഡ്സ് അല്ലേ. നമ്മൾ ഇതിൽ പഠിച്ച പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അബൌട്ട് ഫസ്റ്റ് എയ്ഡ്, the immediate help given to an injured person before the arrival of a doctor അല്ലേ. എന്താണ് ഫസ്റ്റ് എയ്ഡ്? What is the first aid is the new word we have studied. That is the immediate help given to an injured person when the doctor arrives. ഡോക്ടർ വരുന്നതിന് മുൻപ് ആർക്ക് നൽകുന്ന, മുറിവ് അല്ലെങ്കിൽ അപകടമുണ്ടായ ആൾക്ക് നൽകുന്ന ആദ്യത്തെ ഹെൽപ്പിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് എ ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചാൽ ഇൻ സിംപ്ലസ്റ്റ് വേ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ ബിഫോർ ദ ഡോക്ടർ അറൈവ്സ് ആൻഡ് ബിഫോർ ദ അറൈവൽ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടർ വരുന്നതിന് മുമ്പ് ഇൻജേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇൻ സിംപ്ലസ്റ്റ് വേ. ആൻഡ് സീബ്ര ക്രോസിംഗ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് മാർക്ക് ഡൗൺ റോഡ്സ് ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ്. എന്താണ് സീബ്ര ക്രോസിംഗ്? എന്താണ്? വെള്ള ആൻഡ് ബ്ലാക്ക്, കറുപ്പും വെളുപ്പും ഉള്ള വരകളാണ് അല്ലേ റോഡിൽ ഉണ്ടാവുന്ന. ഓൺ ദ റോഡ് ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ആണ് സീബ്ര ക്രോസിംഗ്. വി ഓൾറെഡി നോ ദാറ്റ്, നമുക്ക് അറിയാമല്ലേ എന്താണ് സീബ്ര ക്രോസിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ആ പോർഷൻ ഇവിടെ ക്ലോസ് ആയി. ആൻഡ് എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഈ പോർഷനിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് പോർഷൻ. First we studied about the accidents. നോക്കുക, accidents can happen anywhere and at home, at school, on the road, on park അല്ലേ, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സിഡൻസ് ഉണ്ടാകാം എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് the main reason of accident is the ignorance and carelessness of us. എന്താണ്? നമ്മളുടെ ശ്രദ്ധയില്ലായ്മയും അവഗണനയും ഒക്കെയാണ് എന്തിന് കാരണം? ആക്സിഡൻസിന് കാരണം എന്ന് പറഞ്ഞു. ആൻഡ് we must know how to help an injured person is very important. എങ്ങനെയാണ് ഒരു ഇൻജേർഡ് പേഴ്സണെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് സേഫ്റ്റി അറ്റ് ഹോം, വൺ ക്യാൻ ഈസിലി ട്രിപ്പ് ഓവർ തിങ്സ് അല്ലേ. എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ സേഫ് ആയിരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. തട്ടി മറിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. ആൻഡ് we must care about the സ്ലിപ്പ് ഓൺ ദ വെറ്റ് ഫ്ലോർ അല്ലേ. എങ്ങനെയാണ് നമ്മൾ നനഞ്ഞ ഫ്ലോറിലൊക്കെ നടക്കുമ്പോൾ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. നനഞ്ഞ ഫ്ലോറിലെ കൂടി അല്ലെങ്കിൽ പോളിഷ് ചെയ്ത സ്റ്റെയറിലെ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് കീപ് ദ ഫ്ലോർസ് ക്ലീൻ ആൻഡ് ഡ്രൈ, എപ്പോഴും ഫ്ലോർസ് ഒക്കെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. ആൻഡ് ഇലക്ട്രിക് ഷോക്ക് അല്ലേ, ഇതൊക്കെ എന്താണ്? സേഫ്റ്റി അറ്റ് ഹോം ആണ്. ഡു നോട്ട് ടച്ച് ദ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വിത്ത്
വെറ്റ് ഹാൻഡ്സ്, നനഞ്ഞ കൈകൾ കൊണ്ട് തൊടാൻ വേണ്ടി പാടില്ല. ആൻഡ് ഡു നോട്ട് റിപ്പയർ അവർ സെൽസ് അല്ലേ. ആൻഡ് ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ദെൻ ബേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫയർ കുഡ് ബി കോസ്ഡ് ബൈ എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് അല്ലേ. കത്തി ഒരു തീപ്പെട്ടി കമ്പിൽ നിന്ന് പോലും എന്തുണ്ടാവാം, ബേൺസ് ഉണ്ടാവാം അല്ലേ, തീ പൊള്ളൽ ഉണ്ടാകാം. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ബിഫോർ ത്രോയിങ് അവേ എ യൂസ്ഡ് മാച്ച് സ്റ്റിക്ക് വി മസ്റ്റ് ഷുവർ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റിങ്ക്വിഷ്ഡ്. കെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കത്തിയ തീപ്പെട്ടി കമ്പ് പോലും നമ്മൾ കളയാൻ വേണ്ടി പാടുള്ളൂ. ആൻഡ് പോയിസണിങ്, സ്റ്റെയിൽ സ്പോയിൽഡ് ആൻഡ് അൺകവേർഡ് ഫുഡ് ക്യാൻ കോസ് ഫുഡ് പോയിസണിങ് അല്ലേ. പഴകിയതും കേടായതും അടച്ചു വെക്കാത്തതുമായ ഭക്ഷണം എന്തിനു കാരണമാകാം? പോയിസണിങ്ങിന് കാരണമാകാം. ആൻഡ് വി ഷുഡ് നോട്ട് ടേക്ക് എനി മെഡിസിൻ വിത്തൗട്ട് ആസ്കിങ് ആൻ അഡൽട്ട് ഓർ എ ഡോക്ടർ. അഡൽറ്റിനോടോ ഡോക്ടറോടോ ചോദിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മരുന്ന് കഴിക്കാൻ വേണ്ടി പാടില്ല. ആൻഡ് ഇൻ ദ കിച്ചൺ ഡു നോട്ട് വെയർ സിന്തറ്റിക് ക്ലോത്ത് ആൻഡ് പിക്കപ്പ് എ നൈഫ് ബൈ ഇറ്റ്സ് ഹാൻഡിൽ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി 1-2 തവണ ഡിസ്കസ് ചെയ്തു. ആൻഡ് സേഫ്റ്റി ഓൺ ദ റോഡ്. ദെൻ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. ഫെയിൻറ്റിങ്, ഇൻസെക്ട് ബൈറ്റ്, ബ്ലീഡിംഗ് വൗണ്ട്സ്, ബേൺസ്. ക്ലിയർ? ഇറ്റ് ഈസ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. ആൻഡ് നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? സാധാരണയായിട്ട് നിങ്ങൾ തന്നെ ചെയ്യാറാണോ? ഹോംവർക്ക് ആയിട്ട് തരുവാണോ? അല്ല എന്താണ് ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബോർഡിൽ ഞാൻ കാണിച്ചു തന്ന് നിങ്ങളത് നോക്കി എഴുതി ഒരുപാട് ടൈം ആവില്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് രാത്രി ടൈം കിട്ടുമ്പോൾ നോക്കി എഴുതിയാൽ മതിയല്ലോ. നോട്ട്ബുക്കിലേക്ക് നന്നായിട്ട് നോക്കി എഴുതി വെച്ചാൽ മാത്രം പോരാ, പഠിക്കുകയും ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെ തരാം. നമുക്ക് ഇത് നോക്കാം. ലെറ്റസ് റിവൈസ്. എന്താണ്? അതൊന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ പോർഷനിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ആക്സിഡൻസ് മോസ്റ്റ്ലി ഹാപ്പൻ ബിക്കോസ് ഓഫ് കെയർലെസ്നെസ് ഓർ ഇഗ്നോറൻസ്. നമ്മൾ പറഞ്ഞു അല്ലേ. മോസ്റ്റ് ഓഫ് ആക്സിഡൻസ് കോസ്ഡ് ബൈ കെയർലെസ്നെസ്, ശ്രദ്ധയില്ലായ്മയും, ഓർ ഇഗ്നോറൻസ്, നമ്മൾ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യാതെ അവഗണിക്കുന്നതിൻ്റെയും കാരണം കൊണ്ടാണ് ആക്സിഡൻസ് ഉണ്ടാവുന്നത്. ആൻഡ് we can avoid accidents if we follow safety rules. We must follow the safety rules. Then some common accidents are slipping on the floor, getting electric shock, burns and poisoning. സാധാരണയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ആക്സിഡൻസ് ഏതൊക്കെയാണ്? തറയിൽ തെന്നി വീഴുക അല്ലേ, സ്ലിപ്പിംഗ് ഓൺ ദ ഫ്ലോർ, തറയിൽ തെന്നി വീഴുന്നത്. ആൻഡ് ആരോൺ കെ അജിത്, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ലിസൺ. ദെൻ ഗെറ്റിംഗ് ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക് ഷോക്കുകൾ ഉണ്ടാവുന്നത്. ആൻഡ് ബേൺസ് ആൻഡ് പോയ്സണിങ്, പൊള്ളലേൽക്കുന്നത്, പോയ്സണിങ് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് സംഭവിക്കുന്ന ആക്സിഡൻസ് അല്ലേ. അതായത് ആക്സിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റോഡിൽ വണ്ടി ഇടിക്കുന്നത് മാത്രമല്ല ആക്സിഡന്റ്, നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്നതും നമ്മുടെ ചെറിയ ചെറിയ വീഴ്ചകളും പൊള്ളലുകളും പോയ്സണിങ്ങും ഒക്കെ എന്താണ്? ആക്സിഡന്റ് ആണ്. എല്ലാം അപകടമാണ് അല്ലേ. അപ്പൊ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. The first help given to an injured person before the arrival of a doctor is called first aid. എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഷംവീലെ നന്നായിട്ട് ബോറടിക്കുന്നുണ്ടല്ലോ ഷംവീലെ. Then we must keep ourselves calm while giving first aid. എന്താണ്? നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? We should ourselves calm. നമ്മൾ ആദ്യം ശാന്തമായിട്ട് ഇരിക്കണം അല്ലേ. വേവലാതി പിടിച്ച് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോയാൽ എന്താവും? അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് നമ്മൾ ആദ്യം സ്വയം കാമായിട്ട് ശാന്തമായിട്ട് വേണം നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ. വേവലാതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ശാന്തമായിട്ട് മാത്രം ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ അറിയാതെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേവലാതിപ്പെട്ട് അറിയാതെ പോയിട്ട് ചെറിയ അപകടമുള്ള ആളെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കൊല്ലരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഹെൽപ്പ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുക. ആദ്യം നമ്മൾ തന്നെ ourselves നമ്മൾ കാമായിരിക്കണം. നമ്മൾ ശാന്തമായിട്ട് നല്ല കെയർഫുൾ ആയിട്ട് മാത്രമേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. Okay, clear? And fun to learn are the activities. Match the columns. First one, floors, old wiring, electrical goods, for burns, Dettol. And opposite side, Bernol can be applied. Should not be touched by children. Must be kept dry to
prevent slipping and can be useful in cuts, should be replaced. എന്തൊക്കെയാണ് നോക്കാം. Floors. ഫ്ലോർസിൽ ഏതാണ് അൽന? ഫ്ലോർസിന് ഏതാണ് മാച്ച് ചെയ്യേണ്ടത്? Must be kept dry to prevent slipping. Yeah, must be kept dry to prevent slipping. എപ്പോഴും എന്ത് ചെയ്യണം? ഉണക്കി മാത്രം സൂക്ഷിക്കുക. To prevent slipping. തെന്നി വീഴുന്നത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഫ്ലോർസ് ഡ്രൈ ആക്കി വെക്കണം. Then old wiring. എന്താണ് ഓൾഡ് വയറിംഗ്? എന്താ ചെയ്യേണ്ടത് ശ്രീദേവ്? ഓൾഡ് വയറിംഗ് എന്താണ്? Can be useful in cuts. No, old wiring എന്താണ്? ഓക്കെ, ഷെഫി എന്താണ് മോളെ ഓൾഡ് വയറിംഗ്? Should not be touched by children. No. എന്താണ് ഷംവീൽ? എന്താണ്? Should be replaced. Yes, should be replaced. എന്ത് ചെയ്യണം? ഓൾഡ് വയറിംഗ് നമ്മൾ പഠിച്ചില്ലേ മോളെ ഷെഫി, ശ്രീദേവ്? എന്താണ്? പഴയ വയറിംഗ് ആണെങ്കിൽ നമ്മളത് മാറ്റണം അല്ലേ? ഷുഡ് ബി റീപ്ലേസ് ചെയ്യണം നമ്മളത്. അതാണ് കേട്ടോ, നമ്മളത് മാറ്റി ചെയ്തിരിക്കണം എന്ന്, ആവശ്യമാണെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചല്ലോ. ദെൻ ഇലക്ട്രിക്കൽ ഗുഡ്സ്. എന്താണ് ആദിദേവ്? ഇലക്ട്രിക്കൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? Should not be touched by children. Yeah, should not be touched by children. കുട്ടികൾ ഇലക്ട്രിക് സാധനങ്ങൾ തൊടാൻ വേണ്ടി പാടില്ല. Then for burns. എന്താണ് സൂര്യദേവ്? for burns. Burnol can be applied. Yes, burnol can be applied. പൊള്ളൽ ഉണ്ടായാൽ എന്ത് ചെയ്യാം? നമുക്ക് ബർണോൾ അപ്ലൈ ചെയ്യാം അല്ലേ? ബർണോൾ പുരട്ടിയാൽ മതി. ആൻഡ് ഡെറ്റോൾ. ഡെറ്റോൾ എന്താണ്? ആരോൺ അതെങ്ങോട്ടാണ്? ഡെറ്റോൾ. ഡെറ്റോൾ എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ഇതിന് മുമ്പേ ഉള്ളത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരോൺ എന്നാണ് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തണം. അത് ശരിയാണോ തെറ്റാണോ? എന്താണ് കൃപ? അതിന്റെ ആൻസർ എന്താണ്? That is true or false? Yes, that's a false statement. F. Then fifth one, to stop bleeding, do not cover the wound. To stop bleeding, do not cover the wound. എന്ത് ചെയ്യും? ബ്ലീഡിങ് നിർത്താൻ വേണ്ടി മുറിവ് കവർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. It is true or false? എന്താണ് എബിൻ? അത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? It is true or false? False. Yes, that's a false statement അല്ലേ? എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും തുണി കൊണ്ട് അല്ലെങ്കിൽ പാഡ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് പ്രഷർ കൊടുത്ത് പിടിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ചെയ്തു. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ട്രൂ ആണ്, സെക്കൻഡ് ഫോൾസ് ആണ്, ദെൻ ട്രൂ ആൻഡ് ലാസ്റ്റ് ബോത്ത് ആർ ഫോൾസ്. ആൻഡ് നമ്മുടെ ടൈം ഏകദേശം കഴിയാൻ വേണ്ടി പോവാണ്. ആൻഡ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. Accidents are caused when a person is careless or careful. First or second? Careful or careless? ഏതാണ്? കൈകൊണ്ട് ഇങ്ങനെ സെക്കൻഡ് വൺ ആണ് അല്ലേ? സെക്കൻഡ് ആണത്. കൈകൊണ്ട് കാണിച്ചാൽ മതിയെ. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ടൈം അത്രയും പോവും. Accidents are caused when a person is careless അല്ലേ? ഒരാള് കെയർലെസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. And before touching a heater, switch it off, leave it on. എന്താണ്?
ബിഫോർ ടച്ചിങ് എ ഹീറ്റർ, ഒരു ഹീറ്റർ ടച്ച് ചെയ്യുന്നതിന് മുമ്പ്, യെസ് ഫസ്റ്റ് വൺ സ്വിച്ച് ഇറ്റ് ഓഫ് അല്ലേ, സ്വിച്ച് ഓഫ് ചെയ്ത ഹീറ്റർ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്, സ്വിച്ച് ഓർ ഓൺ ഓർ ഓഫ് ദ മെയിൻ സ്വിച്ച്. ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, സെക്കൻഡ് വൺ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ദെൻ അൺകവേർഡ് ഓർ കവേർഡ് ഫുഡ് ക്യാൻ ബി കോസ് പോയ്സണിങ്. കവേർഡ് ഫുഡ് ഓർ അൺകവേർഡ് ഫുഡ് എന്താണ്, ഏതാണ്? ഫസ്റ്റ് വൺ അൺകവേർഡ് ഫുഡ് ക്യാൻ ബി കോസ്റ്റ് പോയ്സണിങ്. ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ, ചിലപ്പോൾ ഇപ്പോൾ കട്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. ദെൻ പുട്ട് ഐസ് ഓവർ ഓർ അണ്ടർ എ വൗണ്ട് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. ഏതാണ്? നോ, പുട്ട് ഐസ് ഓവർ അല്ലേ, എന്തിന്റെ മുകളിലാണ്? വൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ബ്ലഡ് വെക്കാണ് വേണ്ടത്. അപ്പൊ ഓവർ ആണ്, അണ്ടർ അല്ല, ഓവറിലാണ് അല്ലേ, മുറിവിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഐസ് ക്യൂബ് വെക്കേണ്ടത്. അപ്പോഴാണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ദെൻ വാഷ് ദ ബേൺഡ് ഏരിയ വിത്ത് റണ്ണിങ് വാട്ടർ ഓർ ഡെറ്റോൾ. വിച്ച്? ബേൺഡ് ഏരിയ പൊള്ളലുണ്ടായ ഭാഗം റണ്ണിങ് വാട്ടർ അല്ലേ, റണ്ണിങ്